നമസ്കാരം. കുറേ ദിവസമായി വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറച്ച് തെയ്യത്തിൻ്റെ തിരക്കും പിന്നെ വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് പോയി ഒരു ഒരു മൂഡുണ്ടായിരുന്നില്ല. യാത്ര ചെയ്യാനായിട്ടുള്ള ഒരു മൂഡുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ അതായിരുന്നു കാരണം വീഡിയോ ഇല്ലാത്തതിന്. ഐ ആം ദ സോറി ഗൈസ്. ഇനി തൊട്ട് വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം കൂടുതലായിട്ട്. ഞാനിപ്പോൾ ഉള്ളത് തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. ഒരു ട്രെയിൻ സ്പോട്ടിങ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഒരു ഫുൾ ഡേ ട്രെയിൻ സ്പോട്ടിങ് എടുക്കണം എന്നാണ് വിചാരിച്ചിട്ട് വന്നിട്ടുള്ളത്. നോക്കാം നമുക്ക് എന്തായാലും. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് വണ്ടിയായിട്ടുള്ള വന്ദേ ഭാരത് വരുന്നുണ്ടേ. ആദ്യം നമ്മുടെ ഈ ഒരു തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് അടിച്ചിട്ട് പോയത് മംഗലാപുരത്ത് നിന്ന് ട്രിവാൻഡ്രം പോകുന്ന വന്ദേ ഭാരതാണ്. അതിനുശേഷം WP7 ആയിട്ട് പോയത് കാച്ചക്കുടിയിൽ നിന്ന് മുരുടേശ്വറിലേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ്. നല്ല അടിപൊളി സ്പീഡാണ് ഇവിടെ. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാൻ പറ്റും സ്കിപ്പ് ചെയ്യുന്ന ട്രെയിൻ. ഈ തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഒരു കുഞ്ഞു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. രാവിലെ കുറച്ച് വണ്ടികളൊക്കെ ഇവിടെ നിർത്തും. നമ്മുടെ മലബാർ എക്സ്പ്രസ് പോലെയുള്ള വണ്ടികൾ, ആ വണ്ടിക്കൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആൾക്കാർ നിൽക്കുന്നത്. മലബാറൊക്കെ ആണെങ്കിൽ ഇന്ന് ലേറ്റാണ്. ഇവിടെ 7:26 എങ്ങാനും എത്തേണ്ട മലബാർ ഇന്ന് 8 മണി കഴിയുമ്പോഴേ എത്തുള്ളൂ. അങ്ങ് അവിടെ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത് കേട്ടോ. ചെറിയൊരു ബിൽഡിങ് അത്രേ ഉള്ളൂ, ചെറിയൊരു സ്റ്റേഷനാണ്. ലാലാഗുഡയുടെ P7 ആയിട്ട് ഇപ്പോൾ തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് അടിച്ചിട്ടത് ഇന്ത്യയിലെ ഒരു നാറ്റക്കേസ് വണ്ടികളിൽ ഒരെണ്ണമാണ് കേട്ടോ. വിവേക് എക്സ്പ്രസ് എന്നാണ് ആ വണ്ടിയുടെ പേര്. വെസ്റ്റ് ബംഗാളിലെ സാന്ത്രഗച്ചിയിൽ നിന്ന് മംഗലാപുരം സെൻട്രലിലേക്ക് പോകുന്ന ഒരു വീക്കിലി വണ്ടിയാണ് അത്. വിവേക് എക്സ്പ്രസ് പേര് പോലെ തന്നെയാണ്, വിവേക് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. അത്രയും നാറ്റക്കേസ്, അത്രയും വേസ്റ്റ് വണ്ടിയാണ്. നമ്മുടെ കന്യാകുമാരി ദിബ്രുഗഡ് വിവേകില്ലേ, ആ ഒരു വിവേകിൻ്റെ സെയിം അവസ്ഥയാണ് ഈ വണ്ടിക്കും. നാറ്റക്കേസ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി നാറ്റക്കേസാണ്. ഒരു വൃത്തിയില്ലാത്ത വണ്ടിയാണ്. നിങ്ങൾ ആരും ഇതിൽ കയറരുത്. സ്ലീപ്പറും ജനറലൊന്നും നിങ്ങൾ നോക്കുക വേണ്ട. മിനിമം 3rd AC ഇല്ലാണ്ട് ഈ വണ്ടിക്കൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഈ വണ്ടിക്ക് സ്ലീപ്പറിൽ ഒരു തവണ കോഴിക്കോട് നിന്ന് തിരുപ്പൂർ വരെ യാത്ര ചെയ്തിട്ടുണ്ട്. സ്ലീപ്പറൊക്കെ വേറൊരു മോശമാണ്. വാഷ് ബേസിലൊക്കെ മറ്റേ സാമാനൊക്കെ തുപ്പി ഇങ്ങനെ ഫുള്ള് നാറ്റം. ടോയ്ലറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പോകാൻ പറ്റില്ല, അതുപോലത്തെ സംഗതിയാണ് ഈ വണ്ടി. ഇനി തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുന്ന വണ്ടി മലബാർ എക്സ്പ്രസ് ആണ്. രാവിലെ സമയത്താണ് പറയുന്നത്. മലബാർ എക്സ്പ്രസ് അതിപ്പോൾ 8 മണി കഴിയുമ്പോൾ ഇവിടെ എത്തും. അത് കഴിഞ്ഞാൽ പിന്നെ കണ്ണൂരിൽ നിന്ന് മംഗലാപുരം സെൻട്രലിലേക്ക് പോകുന്ന ഒരു പാസഞ്ചർ ഉണ്ട്. അതും കഴിഞ്ഞ് ഇവിടെ നിർത്തുന്ന വണ്ടി ട്രിവാൻഡ്രത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന എക്സ്പ്രസ് ആണ്, 163-47 നമ്പർ. ആ വണ്ടിയും കഴിഞ്ഞാൽ പിന്നെ മംഗലാപുരത്ത് നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്നൊരു എക്സ്പ്രസ് ഉണ്ട്. ഒരു തുഴഞ്ഞ് പോകുന്നൊരു കോയമ്പത്തൂർ എക്സ്പ്രസ്, ആ വണ്ടിയാണ്. ഈ ഒരു 4 വണ്ടിയാണ് രാവിലെ സമയത്ത് ഇവിടെ നിർത്തുന്നത്. ബാക്കിയുള്ള വണ്ടിക്കൊന്നും ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല. ഈ തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെയും ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെയും ഇടയിൽ വരുന്നൊരു സ്റ്റേഷനാണ് കേട്ടോ. ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ തൃക്കരിപ്പൂർ. ഇതിൽ എഴുതിയിട്ടുള്ളത് തൃക്കർപ്പൂർ എന്നാണ് കേട്ടോ. തൃക്കരിപ്പൂർ എന്നാണ് ശരിക്കും പറയുന്നത്. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് തെറ്റാ. ഹിന്ദി കുഴപ്പമില്ല, അത് ശരിയാ. തൃക്കരിപ്പൂർ. നമ്മുടെ സ്വന്തം നേത്രാവതി എക്സ്പ്രസ് വരുന്നുണ്ട്. മുംബൈ LTT തിരുവനന്തപുരം സെൻട്രൽ. 2 മണിക്കൂറും 10 മിനിറ്റും ലേറ്റായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു P7 ആയിട്ട് വരുന്നുണ്ട്.
കൊങ്കൺ റെയിൽവേയുടെ വക തേപ്പൊക്കെ കിട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നേത്രാവതി എക്സ്പ്രസ് ആണ് ഇപ്പോൾ തൃക്കരിപ്പൂർ സ്കിപ്പ് അടിച്ചിട്ട് പോയത്. പയ്യന്നൂരാണ് ഇനി ആ വണ്ടിക്ക് സ്റ്റോപ്പ് ഉള്ളത്. അതുകൊണ്ടായിരിക്കണം പതുക്കെ പോകുന്നത്. 2 മണിക്കൂറിന് മേലെ ഡിലേ ആണ്. കൊങ്കൺ റെയിൽവേ എപ്പോഴും തേച്ചൊട്ടിക്കുന്ന ഒരു പഴയ പാവം വണ്ടിയാണ് ഈ നേത്രാവതി എന്ന് പറയുന്നത്. എന്ത് ചെയ്യാനാ, പാവം വണ്ടി ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. അതിന് ലോക്കോ ഉണ്ടായിരുന്നത് വിശാഖപട്ടണം ലോക്കോ ഷെഡിൻ്റെ ഒരു WP7 ആണ്. 393-78 നമ്പർ. അങ്ങനെ 7:26 ഇവിടെ തൃക്കരിപ്പൂർ എത്തേണ്ട മലബാർ എക്സ്പ്രസ് 8:17 ആയപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് P7 അല്ല, P4 ആണ്. തമ്പനെയിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഫോട്ടോ എടുക്കട്ടെ. WP4 ആ. അരക്കോണത്തിൻ്റെ P4 ആണ് കേട്ടോ. 226-49 നമ്പർ. അങ്ങനെ മലബാർ എക്സ്പ്രസ് ഇവിടുന്ന് ഡിപ്പാർട്ടായിരിക്കുകയാണേ. ജനറലൊക്കെ കണ്ടോ, ഫുള്ള് തിരക്കാ. HA1, A1, B1 and B2, B3, B4, B5, സ്ലീപ്പർ SC1. അത് എക്സ്ട്രാ കോച്ചാണ് കേട്ടോ. SC1 എന്നുള്ളത് സ്ലീപ്പർ എക്സ്ട്രാ. ഇപ്പോൾ കടന്നുപോയ മലബാറും പിന്നെ മാവേലി എക്സ്പ്രസ്, വെസ്റ്റ് കോസ്റ്റ് സൂപ്പർ ഫാസ്റ്റ്, ചെന്നൈ മെയിൽ, ഈ 4 വണ്ടികളും റിഗ് ഷെയറിംഗ് ഉണ്ടായിരുന്നതാണ്. ഇപ്പം ചെന്നൈ മെയിലും വെസ്റ്റ് കോസ്റ്റും വേറെ വേറെ സെപ്പറേറ്റ് ആക്കി അതിന് LHB കോച്ചുകളായി. ഇപ്പം മാവേലി മലബാർ മാത്രമാണ് റിഗ് ഷെയറിംഗ് ആയിട്ട് ഓടുന്ന വണ്ടി കേട്ടോ. മലബാറിൻ്റെ ഇപ്പോൾ ഉള്ള കോച്ചുകളൊക്കെ പഴയതായി കേട്ടോ. ICF കോച്ചല്ലേ. ഇതൊക്കെ ലെജൻഡറി വണ്ടിയാണ് നമ്മുടെ കേരളത്തിൻ്റെ. ഇപ്പോഴും LHB ആയിട്ടില്ല. ഇനി എപ്പോൾ ആവാനാണോ ആവോ, എന്ത് പറയാനാ. പാലക്കാട് ഡിവിഷൻ്റെ കീഴിലായിപ്പോയി. അതാണ് മലബാറൊക്കെ ചെയ്ത തെറ്റ്. ഈ ഒരു സ്റ്റേഷന് തൊട്ട് മുട്ടിയിട്ട് തന്നെ സെൻറ്റ് പോൾസ് AUP സ്കൂളുണ്ട് കേട്ടോ, തൃക്കരിപ്പൂർ. ഇവിടെ ഒരു മാതാവിൻ്റെ ഒരു പ്രതിമ പോലെ ഒരു സംഗതിയും പിന്നെ അതിൻ്റെ ഗേറ്റ് കണ്ടോ, പല പല കളറിലൊക്കെ ആക്കിയിട്ട് നൈസാണേ. അതിന് തൊട്ട് മുട്ടിയിട്ട് തന്നെ സെൻറ്റ് പോൾസ് ചർച്ചും കൂടിയുണ്ടേ, പള്ളി. അവിടെ തന്നെ ഡയറക്റ്റ് സൂര്യൻ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ടാണ് അടിക്കുന്നത്. അതാണ് ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണുന്നത് കേട്ടോ. മര്യാദക്ക് കാണാൻ പറ്റണില്ല. ഈ കാണുന്നതാണ് സ്കൂൾ കോമ്പൗണ്ടും ഓഫീസ് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. നല്ലൊരു അടിപൊളി നീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അടിപൊളി ഒരു അറ്റ്മോസ്ഫിയറാണ്. ആ ഒരു സ്കൂളിന് മുട്ടിയിട്ട് തന്നെ ചർച്ചും ആരാധനാലയം. (56703) കണ്ണൂരിൽ നിന്ന് മംഗലാപുരം സെൻട്രലിലേക്ക് വന്ന പാസഞ്ചറാണ് ഈ വന്നത്. ഒരു WP4 ലോക്കോ, അരക്കോണത്തിൻ്റെ. ഈ ചെറിയ വണ്ടിയാണ്, കുറച്ച് കോച്ചുകളേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങ് കൊണ്ടുവന്ന് നിർത്തി. അങ്ങനെ കണ്ണൂർ മംഗലാപുരം സെൻട്രൽ പാസഞ്ചർ തൃക്കരിപ്പൂരിൽ നിന്ന് ഡിപ്പാർട്ടായിരിക്കുകയാണേ. അരക്കോണം. (228-41) നമ്പർ ലോക്കോ. കുറച്ച് കോച്ചുകളേലുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് സ്പീഡ് എടുക്കും P4. അതുപോലെ ഇവിടെ 2 മെയിൻ ലൈനാണ് കേട്ടോ. വണ്ടി വരുന്നതും നിൽക്കുന്നതും ഇവിടുന്ന് എടുക്കുന്നതൊക്കെ നല്ല സ്പീഡിലായിരിക്കും. ലൂപ്പ് ലൈനുകളില്ല ഇവിടെ.
ഇപ്പോൾ പോയത് നമ്മുടെ കേരളത്തിലൂടെ ഓടുന്ന ഒരു തുഴച്ചൽ വണ്ടിയാണ്, ഒരു ഒച്ചു വണ്ടി എന്നൊക്കെ പറയാം. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഒരു മലബാർ സൈഡിൽ ഇങ്ങനെ തുഴച്ചൽ വണ്ടികളാണ് കൂടുതലുള്ളത്. ലോങ് ഡിസ്റ്റൻസ് യാത്രകളൊക്കെ പോകുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പോയ വണ്ടി മംഗലാപുരത്ത് നിന്ന് ചെന്നൈ എഗ്മോറിലേക്ക് വന്ന് ഡെയിലി സർവീസ് നടത്തുന്ന ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ആണ്. എല്ലാ സ്റ്റേഷനിലും നിർത്തി ഇങ്ങനെ പോകുന്ന വണ്ടിയാണ്. ഇവിടെ ഒന്നും സ്റ്റോപ്പില്ല, പക്ഷേ എന്നാലും വേണ്ടാത്ത കുറേ സ്റ്റേഷനിൽ ആ വണ്ടിക്ക് സ്റ്റോപ്പുണ്ട്. നമ്മുടെ കേരളത്തിലും ഉണ്ട്, തമിഴ്നാട്ടിലും ഉണ്ട്. അധികം ആൾക്കാരൊന്നും കയറാനുണ്ടാവില്ല, പക്ഷെ അവിടെയൊക്കെ ആ വണ്ടിക്ക് സ്റ്റോപ്പ് ഉണ്ടാവും. എന്ത് കാര്യത്തിനാണെന്ന് എനിക്കറിയില്ല. മംഗളൂരു സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ, ഏറനാട് എക്സ്പ്രസ് വരുന്നുണ്ട്. ലാലാഗുഡയുടെ WP7 ആയിട്ട് ഇപ്പോൾ തൃക്കരിപ്പൂർ എത്തിയത് 163-47 നമ്പർ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് മംഗലാപുരം സെൻട്രലിലേക്ക് വന്ന എക്സ്പ്രസ് ആണേ. ആ കാണുന്ന B3 കോച്ചൊക്കെ സതേൺ റെയിൽവേയുടെ ഇങ്ങോട്ടേക്ക് എവിടുന്നോ തട്ടിയ കോച്ചാണ്. SRൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് ഉള്ളത്, അല്ലെങ്കിൽ സാധാരണ എഴുതിയിട്ടല്ലേ ഉണ്ടാവുക പെയിൻ്റ് കൊണ്ട്. സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് ഉള്ളത് B3 കോച്ച്. ഈ വണ്ടി തന്നെയാണ് ഇനി മംഗലാപുരം സെൻട്രലിൽ എത്തിയിട്ട് ഉച്ചയ്ക്ക് ശേഷം മുംബൈ LTTയിലേക്ക് വന്ന മത്സ്യഗന്ധ എക്സ്പ്രസ് ആയിട്ടും പോകുന്നത് കേട്ടോ. അങ്ങനെ 2 റൈഡ് ഷെയറിങ്ങുള്ള വണ്ടിയായത്. അങ്ങനെ നമ്മൾ തൃക്കരിപ്പൂർ വെച്ചിട്ടുള്ള ട്രെയിൻ സ്പോട്ടിങ്ങിൽ ആദ്യത്തെ ഫ്ലൈറ്റ് വരുന്നുണ്ട്, ഒരു G9 വെച്ചിട്ട്. ഒരു G9 പിന്നെയും വരുന്നുണ്ട്. HRPT ഒക്കെ അങ്ങ് പൊക്കി വെച്ചിട്ട് BTPN ഫ്ലൈറ്റ് ആണ്. ട്വിൻസാണ് തോന്നുന്നു G9. യെസ്, ട്വിൻസാ. അരക്കോണം ലോക്കോ ഷെഡിൻ്റെ ആയിരുന്നു കേട്ടോ ആ G9 ട്വിൻസ്. HRPT ഹൈ റിസ്ക് പാൻഡോഗ്രാഫ് അതിനുള്ളത്. പെട്രോളും കൊണ്ട് പോവുക, BTPN ഫ്ലൈറ്റ്. പാവപ്പെട്ടവൻ്റെ രഥം എന്നറിയപ്പെടുന്ന നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ട്രെയിൻ ഉണ്ട്, ഗരീബ് രത്ത് എക്സ്പ്രസ്. മുംബൈ LTT നിന്ന് തിരുവനന്തപുരം നോർത്തിലേക്ക് വന്ന ഗരീബ് രത്ത് ഇപ്പം നമ്മളെ തൃക്കരിപ്പൂർ സ്കിപ്പ് അടിച്ചിട്ട് പോകും. അതിപ്പോൾ ചന്തേര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. റോയപുരത്തിൻ്റെ WP7 ആയിരുന്നു നമ്മുടെ പാവപ്പെട്ടവൻ്റെ രഥം എന്നറിയപ്പെടുന്ന ഗരീബ് രത്തിൻ്റെ ലോക്കോ കേട്ടോ. മുംബൈ LTT തിരുവനന്തപുരം നോർത്ത് പഴയ കൊച്ചുവേളി ഗരീബ് രത്ത് എക്സ്പ്രസ്. ഇതൊരു ബൈ വീക്കിലി വണ്ടിയാണ്. ആഴ്ചയിൽ 2 ദിവസം മാത്രം സർവീസ് നടത്തുന്ന, പാവപ്പെട്ടവർക്ക് ചെറിയ പൈസയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന AC കോച്ചുകൾ മാത്രം വെച്ചിട്ട് ഓടുന്ന വണ്ടി. ഇതിന് AC ചെയർ കാറും പിന്നെ 3rd AC എക്കണോമി കോച്ചുകളും മാത്രമാണ് ഉള്ളത് കേട്ടോ. ഇനി നമുക്ക് 2 വണ്ടികൾ അടുപ്പിച്ച് സ്പോട്ട് ചെയ്യാനുണ്ട്. ഒന്ന് MGR ചെന്നൈ സെൻറ്ററിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന മംഗലാപുരം മെയിലാണ്. പിന്നെ KSR ബംഗളൂരിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന കോഴിക്കോട് എക്സ്പ്രസ്സും.
ഈ രണ്ട് വണ്ടിയും കോഴിക്കോട് എക്സ്പ്രസ് ലേറ്റാണ്, 48 മിനിറ്റോളം ലേറ്റാണ്. രണ്ട് വണ്ടി ഒരുമിച്ച് വരുമോ എന്നുള്ളത് ഡൗട്ടുണ്ട്. KSR ബംഗളൂരു കോഴിക്കോട് എക്സ്പ്രസ്സും നമ്മുടെ മംഗലാപുരം മെയിലും നല്ല അടിച്ച് മിന്നിച്ചാണ് പോയത്. രണ്ടും WAP7 ആയിരുന്നു. നല്ല കിടിലൻ റണ്ണായിരുന്നു. ഇതിലൂടെ സ്കിപ്പ് അടിച്ച് പോകുമ്പോൾ സ്പീഡ് ഉണ്ടായിരുന്നു, നല്ല രസമാണ്. പൂനെ ലോക്കോ ഷെഡിൻ്റെ WAP7 ആയിരുന്നു KSR ബംഗളൂരു കോഴിക്കോട് എക്സ്പ്രസിൻ്റെ ലോക്കോ. അതുപോലെ MGR ചെന്നൈ സെൻറ്ററിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന മെയിലിൻ്റെ ലോക്കോ BZ വിജയവാഡ ലോക്കോ ഷെഡിൻ്റെ P7 കൂടിയായിരുന്നു. ഇനി നമുക്ക് സ്പോട്ട് ചെയ്യാനായിട്ട് 1 മണിക്കൂറിൻ്റെ അടുത്ത് ഗ്യാപ്പ് ഉണ്ട്. ഇനി വരേണ്ട വണ്ടി മംഗലാപുരത്ത് നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്ന എക്സ്പ്രസ് ആണ്. അത് 11 മണി ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കേ ഇവിടെ എത്തുള്ളൂ. എന്തെങ്കിലും പോയിട്ട് കഴിച്ചിട്ട് വരട്ടെ, രാവിലെ ഒന്നും കഴിച്ചില്ല. സ്റ്റേഷനിലേക്കുള്ള അപ്രോച്ചിങ് റോഡാണ് ഈ കാണുന്നത് കേട്ടോ. കുറേ പഴയ കാല ഓടൊക്കെ വെച്ചിട്ടുള്ള കടകൾ കണ്ടോ. ബൈക്ക് പാർക്ക് ചെയ്യുന്ന ഏരിയ ഉണ്ട്. ഞാൻ അങ്ങ് അവിടെ എൻ്റെ ബൈക്ക് വെച്ചിട്ടുണ്ട്. ചായ കുടിച്ചിട്ട് വന്നു. 2 പൊറോട്ടയും ബാജിക്കറിയും ഒരു ചായയും കുടിച്ചു. സ്റ്റേഷൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഫുട്ബോളൊക്കെ കളിക്കുന്ന ഒരു ഗ്രൗണ്ട് കൂടി ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ഗ്രൗണ്ട്. ഇതുപോലത്തെ സ്ഥലം ഇപ്പോൾ കാണാൻ പോലും ഇല്ല നമ്മുടെ എൻ്റെ ഒന്നും നാട്ടിലൊന്നും. അങ്ങനെ പൊറോട്ടയൊക്കെ കഴിച്ചിട്ട് വീണ്ടും സ്റ്റേഷനിലേക്ക് തന്നെ വന്നു. വരുന്ന സമയത്ത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഒന്നും കൂടി എടുത്തു. രാവിലെ എടുത്തത് എക്സ്പയർ ആയി. എന്നിട്ട് പുതിയത് ഒന്നുകൂടി എടുത്തു. റെയിൽ വണ്ണിൽ തന്നെയാണ് എടുക്കുന്നത്. അതിൽ മറ്റേ വാലറ്റ് ഉപയോഗിച്ചെടുക്കുന്ന സമയത്ത് ചില്ലറ പൈസയൊക്കെ ക്യാഷ് ബാക്ക് കിട്ടും. അതുകൊണ്ട് അതിൽ തന്നെ എടുക്കും. പിന്നെ ഇവിടെ കൗണ്ടറിൽ മിക്കവാറും പ്ലാറ്റ്ഫോം ടിക്കറ്റൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ചെറിയൊരു റെയിൽവേ സ്റ്റേഷനല്ലേ. പിന്നെ റെയിൽ വൺ അപ്പോൾ ഒരു 3-4-5 ദിവസമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്തോ എറർ പറ്റിയതാണെന്ന് തോന്നുന്നു. അവരെ ടെക്നിക്കൽ എന്തോ എറർ. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ക്ലോസ് ആയിപ്പോവും. പിന്നെയും അതുപോലെ തന്നെ. എന്നിട്ട് ഒരു 2 ദിവസം മുന്നേ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് ചെയ്തപ്പോൾ ശരിയായി. ഇത് കുറേ പേർക്ക് ഉണ്ടായിരുന്നതാണ് പോലും. നമ്മുടെ കുറേ റെയിൽ ഫാൻസിൻ്റെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രെയിൻ ട്രൈബ് കേരള എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കേരള റെയിൽ ഫാൻസ്, കുറേ ജില്ലകളിലുള്ള റെയിൽ ഫാൻസൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അതിലൊക്കെ ചോദിച്ച സമയത്ത് ഇവർ പറഞ്ഞു എല്ലാവർക്കും ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, അത് അവരെന്നെ ശരിയാക്കുമെന്ന് പറഞ്ഞു. അവരെന്നെ ശരിയാക്കി. അപ്ഡേറ്റിന് ശേഷം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. കോയമ്പത്തൂർ എക്സ്പ്രസ്സിന് കയറിപ്പോകാനായിട്ട് അത്യാവശ്യം ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. മുന്നിലോട്ട് അങ്ങ് ബാക്കിൽ വരെ ആൾക്കാരുണ്ട്. മംഗലാപുരം കോയമ്പത്തൂർ എക്സ്പ്രസ് വരുന്നുണ്ട്. സമയം 10:52 കേട്ടോ. 10:46 ഇവിടെ എത്തേണ്ട വണ്ടിയാണ്. അരക്കോണത്തിൻ്റെ WAP4 തന്നെയാണ് ലോക്കോ. ഈ കാണുന്ന കോച്ചിൽ ഏതോ പിള്ളേരൊക്കെ മറ്റേ ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇവിടെ കേൾക്കാം ആ പാട്ട്. അതിലിരിക്കുന്നവരവസ്ഥയൊന്ന് വിചാരിച്ചു നോക്ക്. എത്ര പ്രശ്നങ്ങളൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്നവരുണ്ടാവും, ഹോസ്പിറ്റലിലേക്ക് പോകുന്നവരുണ്ടാവും, മരിച്ച വീട്ടിലേക്കൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ അവസ്ഥ ഒന്ന് വിചാരിച്ചു നോക്കി. ഈ പാട്ടും കേട്ട് പോകുന്നൊരവസ്ഥ എന്താ അല്ലേ. ബുദ്ധിശൂന്യത എന്ന് പറയുന്നത് അറ്റ് പീക്ക്, അങ്ങനെ തന്നെ പറയാം. സിവിക് സെൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പോഴത്തെ പിള്ളേർക്കില്ല. പിന്നെ ഈ ഡോറിൻ്റെ ഇവിടെ കാലും നീട്ടിയിരിക്കുന്നത് പിള്ളേരാണ്. എത്ര കേസ് ഉണ്ടായിട്ടുണ്ട് അറിയോ. ഈ കാല് പ്ലാറ്റ്ഫോമിന് അടിച്ചിട്ട് കാലും കാലിൻ്റെ വിരലൊക്കെ മുറിഞ്ഞു പോകുന്നത്. എത്ര കിട്ടിയാലും പഠിക്കൂല.
226-53 നമ്പർ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഹസ്രത്ത് നിസാമുദ്ദീൻ ഡൽഹിയിലേക്ക് പോകുന്ന ഒരു വീക്കിലി സൂപ്പർ ഫാസ്റ്റ് ആണ് ഇപ്പോൾ സ്കിപ്പ് അടിച്ചിട്ട് പോയത് കേട്ടോ. പൂനെ ലോക്കോ ഷെഡിൻ്റെ ഒരു WP7 ആയിരുന്നു അതിൻ്റെ ലോക്കോ. നമ്മുടെ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്കൊക്കെ പോകാൻ പറ്റിയ ഒരു അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു സൂപ്പർ ഫാസ്റ്റ്. ആഴ്ചയിൽ ശനിയാഴ്ച മാത്രമാണ് ഈ വണ്ടി സർവീസ് നടത്തുന്നത് കേട്ടോ. ശനിയാഴ്ച ട്രിവാൻഡ്രത്ത് നിന്ന് എടുത്തിട്ട് 45 മണിക്കൂറും 50 മിനിറ്റും എടുത്തിട്ടാണ് ഈ വണ്ടി ഡൽഹിയിലേക്ക് ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് എത്തുന്നത്. അത്യാവശ്യം കുറച്ച് സ്റ്റോപ്പുകളൊക്കെ ഈ വണ്ടിക്കുള്ളൂ. അടുത്തടുത്ത് അങ്ങനെ സ്റ്റോപ്പ്, അങ്ങനെ വേർപ്പിക്കുന്ന ഒരു ടൈപ്പ് വണ്ടിയല്ല. നമ്മുടെ കേരള സൂപ്പർ ഫാസ്റ്റും ഹിമസാഗറൊക്കെ ഇല്ലേ, ആ വണ്ടി എടുക്കുന്ന അത്രയും ടൈം ഈ ഒരു സൂപ്പർ ഫാസ്റ്റ് എടുക്കുന്നില്ല. കേരള സൂപ്പർ ഫാസ്റ്റൊക്കെ 48 മണിക്കൂറും മറ്റേ ഹിമസാഗർ 51 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് ഡൽഹിയിലേക്ക് എത്തുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന്. അത്രയും ടൈം ഇതിന് വേണ്ട. അതുകൊണ്ട് ഡൽഹിയിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നമ്മുടെ മലബാറുകാരുടെ റോക്കറ്റ്, മലബാറിൻ്റെ ഗതിമാൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റാണ് ഇപ്പോൾ പോയത് കേട്ടോ. കോയമ്പത്തൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന ഇൻ്റർസിറ്റി. പാലക്കാട് ഡിവിഷൻ്റെ കീഴിൽ ഇത്രയും ഒരു പ്രയോറിറ്റി കിട്ടുന്ന വേറൊരു ട്രെയിൻ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം. അത്രയും ഹൈ പ്രയോറിറ്റി ട്രെയിനാണ് ഈ ഒരു ഇൻ്റർസിറ്റി. ഇനിയിപ്പോൾ തിരിച്ച് മംഗലാപുരത്ത് നിന്ന് കോയമ്പത്തൂരിലേക്കൊന്ന് ഇൻ്റർസിറ്റി കുറച്ച് കഴിയുമ്പോൾ ഇവിടെ എത്തും. സ്കിപ്പ് അടിച്ചിട്ട് പോകുന്ന വീഡിയോ എടുക്കാം. കോയമ്പത്തൂർ മംഗലാപുരം ഇൻ്റർസിറ്റിയുടെ ലോക്കോ ഒരു WP4 ആയിരുന്നു. അരക്കോണ ലോക്കോ ഷെഡുകാർ 79ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ലിവറി അടിച്ചിട്ട് ഇറക്കിയ ആ ലോക്കോ ആണ് കേട്ടോ. WP4 എന്ന് പറയുന്നത് 226-96 നമ്പർ. അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഫെയ്ഡായിപ്പോയി, എല്ലാം ഇങ്ങനെ നാശകോശമായി പോയിട്ടുണ്ട് ആ ലോക്കോടെ. ആ ഒരു ലിവറി എന്ന് പറയുന്നത് 2007 നിർമ്മിച്ച ലോക്കോ ആണ് കേട്ടോ. അത്രയും വർഷത്തെ പഴക്കമുണ്ട് ആ ലോക്കോക്ക്. ഇനിയിപ്പോൾ നമുക്ക് സ്പോട്ട് ചെയ്യാനുള്ള വണ്ടി തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരതാണേ. അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴേ വണ്ടിയില്ല. പിന്നെ വരേണ്ട വണ്ടി എന്ന് വെച്ചാൽ ഡെയിലി സർവീസ് നടത്തുന്ന ചെന്നൈ മെയിൽ, പിന്നെ ഏറനാട് എക്സ്പ്രസ്, പിന്നെ ഏതാ വണ്ടി തിരുവനന്തപുരം എക്സ്പ്രസ്, മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസ് 161-48 അങ്ങനെയുള്ള ഡെയിലി സർവീസ് നടത്തുന്ന വണ്ടികൾ മാത്രമേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ബോറടിച്ചിട്ട് വയ്യ. നല്ല ചൂടും, മഴക്കാറുണ്ടെങ്കിലും വെയിലുണ്ട്, ചൂടെടുത്തിട്ട് വയ്യ. പിന്നെ പോയിട്ട് എൻ്റെ കസിൻ വിളിച്ചു, ഒന്ന് ഫോട്ടോ എടുക്കാൻ വരുമോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ നോക്കിയിട്ട് വരാം. എന്തായാലും ഈ ഒരു വന്ദേ ഭാരത് കൂടി എടുത്തിട്ട് ഞാൻ പോകാൻ തീരുമാനിച്ചു. പിന്നീട് ഒരു ദിവസം നമുക്ക് ഫുൾ ഡേ ട്രെയിൻ സ്പോട്ടിങ് ചെയ്യാം, ഇവിടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട്. ലോങ് ഡിസ്റ്റൻസ് വണ്ടികളൊക്കെ ഇനി വരാനുള്ളത് കുറേ ലേറ്റാവും. ഒരു വണ്ടി എറണാകുളത്തേക്ക് പോകുന്ന ഹസ്രത്ത് നിസാമുദ്ദീൻ എറണാകുളം സൂപ്പർ ഫാസ്റ്റ്, അതൊക്കെ ലേറ്റാണ്. 1 മണിക്കൂറിന് മേലെ ലേറ്റായിട്ടാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വരാനുള്ളത് സമ്പർക്രാന്തിയാണ്, ചണ്ഡീഗഡിലേക്ക് പോകുന്നത്. അതും ഇവിടെ എത്തുമ്പോൾ സന്ധ്യയാവും. പിന്നെ വീഡിയോ ഒന്നും ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. വീക്കിലി വണ്ടി, ബൈ വീക്കിലി വണ്ടിയൊക്കെ കുറവാണ് ഉച്ചയ്ക്ക് ശേഷം. പിന്നെ വരുന്നത് ഗാന്ധിധാമെന്ന് നാഗർകോയിലേക്ക് ഉണ്ട്. അതാണ് 2 മണിക്കൂറിന് മേലെ ലേറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതും ഇവിടെ എത്തുമ്പം 7 മണിക്ക് അടുപ്പിച്ചാവും. അപ്പോൾ എടുത്തിട്ട് കാര്യമില്ല. ഈ ഒരു സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒരു ലെവൽ ക്രോസിംഗ് ഉണ്ട്. അപ്പോൾ ട്രെയിൻ വരാനാകുമ്പോൾ ഇവിടെ അലാറം അടിക്കുന്ന കാണുമ്പോൾ ട്രെയിൻ വരാനുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവും. ഇവിടെ സിഗ്നൽ ഉള്ളത് അങ്ങോട്ട് ആ ഒരു പയ്യന്നൂർ പോകുന്ന ആ ഒരു സൈഡ് സിഗ്നൽ കാണാൻ ഒന്നുമില്ല. ആ വളവ് കഴിഞ്ഞിട്ട് അപ്പുറത്തെങ്ങാനോ സിഗ്നൽ വരുന്നത്. പിന്നെ കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന സിഗ്നൽ അങ്ങ് അവിടെ ആയിട്ടുണ്ട്. അത് കാണുമ്പോൾ മനസ്സിലാവും. ഇനി ഞാൻ കൂടുതലും ഈ ഒരു അലാറം കേട്ടിട്ടാണ് മനസ്സിലാക്കുന്നത് ട്രെയിൻ വരാനായി എന്നുള്ളത്. അപ്പോൾ നമ്മുടെ തൃക്കരിപ്പൂർ വെച്ചിട്ടുള്ള ഈ ഒരു ട്രെയിൻ സ്പോട്ടിങ്ങിൻ്റെ അവസാനത്തെ ട്രെയിനായിട്ടുള്ള തിരുവനന്തപുരം കാസർഗോഡ് VB വന്ദേ ഭാരതും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്, സ്കിപ്പ് അടിച്ചിട്ട് തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്കൊരു തിരുവനന്തപുരം യാത്ര ചെയ്യണം. അതിൻ്റെ വീഡിയോയ്ക്ക് അടുത്തതായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നത്.
ഏത് വണ്ടിക്ക് പോകണമെന്നൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. മിക്കവാറും ഞാൻ പോകുന്നത് മംഗലാപുരം ജംഗ്ഷനിൽ നിന്ന് തിരുവനന്തപുരം നോർത്തിലേക്ക് പോകുന്ന അന്ത്യോദയക്കായിരിക്കും. ടിക്കറ്റൊന്നും ബുക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അന്ത്യോദയക്ക് പോകാം. അതാകുമ്പോൾ തിരക്കില്ലാതെ നല്ല സീറ്റൊക്കെ കിട്ടി ഫുട്ബോൾ കളിച്ചിട്ട് പോവാം. അതിനുള്ള സ്പേസ് ആ വണ്ടിക്ക് ഉണ്ടാവും. അതിന് പോയി പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് എത്തിയിട്ട് വേറെ എന്തെങ്കിലും ഒരു വീഡിയോ ഉണ്ടാവും. എന്നിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാലിക്കറ്റ് JS-ന് കയറിയിട്ട് അതിൻ്റെ വീഡിയോയും കൂടെ എടുക്കണം. കാലിക്കറ്റ് JS നമ്മുടെ ഇന്ത്യയിലെ അവസാനത്തെ ICF-ൽ ഓടുന്ന ജനശതാബ്ദി ഉണ്ടായിരുന്നതാണ്. അതൊക്കെ ഇപ്പോൾ മാറി. മെയ് 28 കഴിഞ്ഞ് പിന്നെ അത് LHB-ലേക്ക് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് റണ്ണിന് ഞാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് തരുന്നതാണ്. പെട്ടെന്നൊരു തെയ്യം വന്നുപോയി. എന്നിട്ട് ടിക്കറ്റൊക്കെ ക്യാൻസൽ ചെയ്തു. മാവേലി എക്സ്പ്രസിൻ്റെയും അങ്ങോട്ടേക്ക് തിരുവനന്തപുരത്തേക്ക് ഞാൻ പോകുന്നത് മാവേലിക്കാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ക്യാൻസൽ ചെയ്തു. JS-ൻ്റെ ക്യാൻസൽ ചെയ്തു. അങ്ങനെ എല്ലാം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. എന്നിട്ട് അടുത്ത ആഴ്ച നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോയിട്ട് അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കണം. അപ്പോൾ ആ ഒരു വീഡിയോയൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. ഒരു ഫ്ലൈറ്റ് പോകാൻ വേണ്ടിയിട്ട് ഗേറ്റ് അടക്കുന്ന സമയത്ത് അതിൻ്റെ ഇത് കേട്ടു, അലാറം കേട്ടു. എന്നിട്ട് നേരെ ഇങ്ങോട്ടേക്ക് തന്നെ കയറി വന്നു ആ ഫ്ലൈറ്റിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു BCNA ഫ്ലൈറ്റ് ആയിരുന്നു. അതിനൊരു G9 ആയിരുന്നു ലോക്കോ കേട്ടോ. അതെടുക്കാൻ വേണ്ടിയിട്ട് വന്നാൽ. അപ്പോൾ ബൈ.